ഫ്രണ്ട്സ്, ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എംബ്രോയിഡറിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. എൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ എടുത്തത്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് റണ്ണിങ് സ്റ്റിച്ച് ആയിരുന്നു. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഇത് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ് ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കൊരു പിക്ചേഴ്സ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം എല്ലാവരും സൂചിയും നൂലും എല്ലാം എടുത്ത് റെഡി ആയിക്കോളും, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം നമ്മളുടെ ഇടയിൽ തന്നെ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്നവരുണ്ടാവും, അറിയില്ലാത്തവരുണ്ടാവും. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്ന എളുപ്പ വിദ്യ എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ബുക്സൊക്കെ ഉണ്ടാവും, കാരണം ചിത്രത്തിൻ്റെ ബുക്സൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് കുട്ടികളായി എടുത്തു. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ്, ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം നല്ലൊരു പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഫസ്റ്റ് ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് മതി കേട്ടോ. സിമ്പിളായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് വന്നു. കിട്ടിപ്പോയി, ഒരു ആപ്പിളിൻ്റെ പിക്ചർ കിട്ടി. അപ്പോൾ ഈ ആപ്പിളിൻ്റെ പിക്ചർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തുണിയിലേക്ക് ട്രേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ട്രേസിങ് പേപ്പറാണ്. ഇതാണ് മ്യൂറലിനും എംബ്രോയിഡറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണ് ഈ യെല്ലോ കളറിൻ്റെ പേപ്പർ. ഈ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വില ഇച്ചിരിയും കൂടെ കുറവായിരിക്കും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 രൂപ 5 രൂപയൊക്കെ വരുന്നുണ്ട് ഈ ഒരു പേപ്പറിന് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ വാങ്ങിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു പേജസ് ഉണ്ടല്ലോ, ഈ ഒരു പേജിൻ്റെ അവിടെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം നമ്മളെ ക്ലോത്ത് എടുക്കാം. നമ്മൾ ഇതുപോലത്തെ കോട്ടൺ ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് പഠിക്കുമ്പോൾ എല്ലാവരും കോട്ടൺ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ കോട്ടൻ്റെ ക്ലോത്ത് ഇതാ കണ്ടോ, ഈ ക്ലോത്ത് ആദ്യം നമ്മൾ വിരിച്ചിങ്ങനെ ഇടാം. വിരിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ ക്ലോത്തിൻ്റെ മേലെ ഈ പേപ്പർ വയ്ക്കുക. ഇങ്ങനെ പേപ്പർ വയ്ക്കുക. പേപ്പർ വെച്ചതിൻ്റെ ശേഷം നമ്മളുടെ ഈ പിക്ചേഴ്സ് ഉണ്ടല്ലോ, പിക്ചേഴ്സ് ഇതിൻ്റെ മേലെ വരണം കേട്ടോ. പിക്ചേഴ്സ് എന്നിട്ട് അമർത്തുക. അപ്പോൾ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിന്നാണത്. മുട്ടുസൂചി ആയിട്ടുള്ള പിന്നാണ്. ബാക്കിൽ ഇതുപോലെ തന്നെ വരും കേട്ടോ. ഇതുപോലെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വരും. ഇതിനധികം റേറ്റ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഇതൊന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സൈഡ്സിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ പിക്ചേഴ്സ് ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴേ ചില സ്ഥലത്തുനിന്ന് ഇളകി പോകും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, പകുതിയോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ, എംബ്രോയ്ഡറി പഠിക്കുന്നവർ ഇത് മസ്റ്റായിട്ടും ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രിക്കെല്ലാം മനസ്സിലാവും. അപ്പം പിന്നെ നിങ്ങൾ പതുക്കെ ഇത് ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ, ഏത് പെൻസിൽ എടുത്താലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ തുഞ്ചം നല്ല ഷാർപ്പായിരിക്കണം, കാരണം ഇത് വരച്ചാൽ നമുക്ക് താഴെ അത് കാണണം. അതിന് വേണ്ടിയിട്ട് നല്ല ഷാർപ്പ് ചെയ്തിട്ട് ഒരു മൊനയാക്കിയിട്ട് എടുക്കാം പെൻസിൽ. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇത് ചെയ്യുമ്പോഴേ, ഇതിപ്പം കട്ടിയുള്ള ഒരു ബുക്കായത് കാരണം പ്രശ്നം ഇല്ല. അല്ലാത്ത വശം നിങ്ങൾ ഈ പിള്ളേർക്കൊക്കെ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കട്ടിയുള്ളത് താഴെ വെക്കണം. അല്ലെങ്കിൽ പേപ്പേഴ്സ്, പ്ലെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സ് കുറച്ച് വെച്ചാൽ മതി. ന്യൂസ് പേപ്പറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം മടക്കിയിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിലും നല്ല ഇതായിരിക്കും. കുറച്ച് കട്ടിയായിട്ട് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് വരയ്ക്കുമ്പോൾ കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആപ്പിളൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പിന്നെല്ലാം എടുത്ത് നമുക്ക് ഈ പിന്നൊക്കെ ഇവിടെ നിന്ന് അഴിക്കാം. നമുക്ക് അഴിച്ച് മാറ്റാം. കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങോട്ടാക്കി ഇതിങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മളെ ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് കട്ടിക്കുട്ടി നോക്കാം. ഇതാണ് ആപ്പിൾ. കുറച്ചും കൂടെ താഴേക്ക് വെക്കുമ്പോൾ കാണുമെന്ന്, കാരണം ഇത് നമുക്ക് ശരിക്കും കാണുന്നുണ്ട്. ഇപ്പം വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതാണ് ഇല, ഇതാ വരുന്നത്. ഇത് ആപ്പിളിൻ്റെ ഇതാണ് വരുന്നത്. അപ്പം നമുക്ക് ആപ്പിളിൻ്റെ ഒരു പിക്ചർ കിട്ടി. അപ്പം നിങ്ങൾക്ക് ട്രേസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസിങ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇതൊന്ന് പേപ്പർ വാങ്ങിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ ബ്ലൂവിൻ്റെ ഒക്കെ പേപ്പർ കിട്ടും, അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. യെല്ലോ കളറിൻ്റെ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കിയാലോ. കഴിഞ്ഞതിന് ശേഷം എംബ്രോയ്ഡറി റിങ് എടുത്തു. ഓരോ പിക്ചേഴ്സിനനുസരിച്ച് നമുക്ക് എംബ്രോയ്ഡറിൻ്റെ റിങ് ചേഞ്ചായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെറുതാണ്, ഇത് അതിലും കുറച്ച് വലുതാണ് ഈ എംബ്രോയ്ഡറിൻ്റെ റിങ് വരുന്നത്. ഇത് അതിലും വലുതാണ്, ഇത് ചെറുതാണ്, ഇത് അതിലും വലുതാണ്. പിന്നെ നമുക്ക് ഒത്തിരി വലിയ പിക്ചേഴ്സൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനത്തെ റിങ് ഉപയോഗിക്കാം. കണ്ടോ, ഇതൊക്കെ എംബ്രോയ്ഡറിൻ്റെ പിക്ചേഴ്സ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന റിങ്ങാണ് കേട്ടോ. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിങ് എടുത്തു. കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു സൈഡിലേക്കാണ് വരച്ചത്. അപ്പോൾ നമ്മൾ പിക്ചേഴ്സ് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഇത് വെച്ചു, അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ റിങ് എടുത്തു. റിങ് എടുത്തിട്ട് ഈ റിങ്ങിൻ്റെ വശം ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെ വെക്കാം. റിങ്ങിൻ്റെ വശം വെച്ചു. എന്നിട്ട് ഇത് ടൈറ്റിങ് ചെയ്ത് കൊടുക്കാം. ടൈറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് പിക്ചർ കുറച്ച് നമുക്ക് വർക്ക് ചെയ്യാനുള്ള പാകത്തിന് പിക്ചേഴ്സ് വരണം കേട്ടോ. ഇതെവിടെയാണോ പിക്ചേഴ്സ് നമുക്ക് ചെയ്യേണ്ടത് ആ വശത്താണ് നമ്മൾ ഈ പിക്ചേഴ്സ് വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചുളിവൊന്നും വരാൻ പാടില്ല. ഓക്കെ, ഇപ്പം ആപ്പിളിൻ്റെ ഒരു ഇതൊക്കെ വന്നു. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങോട്ട് വലിക്കുക. അപ്പം ഈ സൈഡിലൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾക്ക് ഇവിടെ ഉണ്ടാവില്ല ഈ സംഭവം. അപ്പം ഈ ഉള്ള വശത്ത് നിന്ന് ഇങ്ങോട്ട് നന്നായി വലിച്ച് ഇങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതെന്തിനാ സൈഡിൽ വരച്ചതെന്ന് വെച്ചാൽ നടുക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ സൈഡിലൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഡൗട്ടിന് വേണ്ടിയിട്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് പറയും ഈ സൈഡിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം സൈഡിലേക്കൊക്കെ ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറീൻ്റെ ത്രെഡാണ്. അപ്പോൾ ഇത് ആപ്പിൾ ആയത് കാരണം തന്നെ ഞാൻ ഈ ത്രെഡ് എടുത്തേക്കുന്നത് റെഡ് ത്രെഡാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെറിയൊരു ത്രെഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 7 ഇതൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ഓരോ പിക്ചേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 7 ത്രെഡും കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം ഈ സൂചീൻ്റെ ഇവിടെ എടുക്കുക. ഇത് നോർമൽ സൂചിയാണ് ഉപയോഗിക്കുന്നത്. സൂചീൻ്റെ ഇവിടെ നിന്ന് നമുക്ക് കോർത്തെടുക്കാം. ഓക്കെ, ഇത് കോർത്ത് എടുക്കാം കേട്ടോ. ഓക്കെ, ഇതാ നമ്മൾ കെട്ട് കൊടുത്തു. 2 കെട്ട് ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ സൂചി എടുക്കാം. ഇതാ സൂചി എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പിക്ചേഴ്സ് നമ്മളൊന്ന് നോക്കണം. ആ പിക്ചേഴ്സിൻ്റെ
എവിടേക്കാണ് റെഡ് വരുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആ പിക്ചേഴ്സ് ഒന്ന് എടുക്കാം. ഈ പിക്ചേഴ്സ് ഇല്ലേ, ഈ പിക്ചേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് തന്നെ വെക്കണം, നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും. അപ്പം ഇതിൻ്റെ മേലവശം വരുന്നത് ഇവിടെ വരുന്നത് ഗ്രീനാണ്, ഇവിടെയാണ് റെഡ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ വശം ചെയ്യണ്ട. അപ്പം ഇതിൻ്റെ മേലവശം നമുക്ക് ചെയ്യണ്ട, കാരണം ഇവിടെ ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് ത്രെഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് റെഡാണ്. അപ്പോൾ നമുക്ക് റെഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ ഇല്ലേ, ഈ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് മാറിപ്പോകും. ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഒക്കെ മാറിപ്പോകും. അത് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പെൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വര ഇട്ട് കൊടുക്കാം. ആ വരയിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെന്നാണ് കേട്ടോ എടുക്കുന്നത്. പെന്നെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. ആ ലൈൻസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചിലത് നമ്മളുടെ വലുതും ഒരെണ്ണം ചെറുതും പിന്നെ വലുതും ചെറുതും ഒക്കെ ആയിപ്പോവും. അപ്പോൾ ഇതൊരു എളുപ്പത്തിനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ പെന്ന് വെച്ചിട്ട് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ വരച്ചിട്ട് ഇച്ചിരി വിട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ വേറെ ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ലൈൻസ് വരച്ചെടുക്കാം കേട്ടോ. ഒരു ലൈൻ വരയ്ക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്നിവിടെ നമ്മളൊരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു, വീണ്ടും ഒരു ലൈൻ വരച്ചു, വീണ്ടും ഒരു ലൈൻ. ഇങ്ങനെ നമുക്ക് ചുറ്റോട് ചുറ്റും ലൈൻസ് വരയ്ക്കാം. ലൈന് വരയ്ക്കുക, കുറച്ച് ക്യാപ്പ് ഇടുക, വീണ്ടും ലൈന് വരയ്ക്കുക, ക്യാപ്പ് ഇടുക, ലൈന് വരയ്ക്കുക, ക്യാപ്പ് ഇടുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തോളൂ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സൂചിയിൽ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സൂചി ഒരെണ്ണമല്ല നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഇത് നോർമൽ സൂചിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എംബ്രോയ്ഡറി സൂചി എന്ന് പറഞ്ഞ സൂചി വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് എംബ്രോയ്ഡറിൻ്റെ സൂചി. ഇത് വാങ്ങിക്കാം. ഇതൊരു 3-4 എണ്ണം വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിക്ചറിലുള്ള വർക്ക് തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് പിക്ചർ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. എവിടെയാണ് റെഡ് വരുന്നത്, എവിടെയാണ് ഗ്രീന് വരുന്നതെന്ന്. അപ്പോൾ മേലത്തെ പോർഷൻ ഗ്രീനാണ്, താഴത്തെ പോർഷൻ മാത്രമാണ് റെഡ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഔട്ട്ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ സൂചി എടുത്ത് സൂചി എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം മേലേക്ക് ഞാൻ വലിച്ചു, സൂചി വലിച്ചു. ഇനി ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ തന്നെ, ഇത് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയുന്നില്ല, എന്നാലും നോക്കിക്കോളൂ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ, പറഞ്ഞുതരാം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കാരണം മനസ്സിലാക്കി നമുക്ക് പതുക്കെ പഠിച്ചിട്ട് പോവാം. കാരണം സ്പീഡിൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനല്ലേ ഈ വീഡിയോ ഞാനിപ്പോൾ അയക്കുന്നത് എല്ലാവർക്കും. അതുതന്നെ എല്ലാവരും പതുക്കെ നമുക്ക് പോയാൽ മതി കേട്ടോ. സ്പീഡൊന്നും വേണ്ട, പതുക്കെ നമുക്ക് പോവാം. അപ്പം നല്ല വൃത്തിയായിട്ട് ഇതേപോലെ കുത്തിയിട്ട് എടുക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഇതുപോലെ നമുക്ക് ചുറ്റും നന്നായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ക്ലോത്ത് ചിലപ്പം ലൂസ് ആവുന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാ സൈഡ്സിലും നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റും നമുക്കിങ്ങനെ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ.
പിക്ചറിൻ്റെ ഈ വശം വരുന്നത് ഗ്രീനാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്രീന് ചെയ്യാം. ഇതാണ് എംബ്രോയ്ഡറീൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്. കുറച്ച് കട്ടി ഉണ്ടാവും, ഇവിടെ മൊന ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സൂചി എടുത്ത് കുത്തി മേലേക്ക് എടുത്ത് എന്നിട്ട് ചെറുതാക്കിയിട്ട് ചെയ്യുക, കുറച്ച് വലുതാക്കിയിട്ട് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചിലത് ചെറുതായി പോവും, ചിലത് വലുതായി പോവും. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ആ ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം ഒരു പെന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കണം എന്ന് കേട്ടോ. അപ്പോൾ ആ ഇഷ്യൂ അവിടെ വരത്തില്ല. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇത് കുറേ സമയം വരും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് കാരണമാണ് മറ്റേ രീതിയിൽ നമ്മൾ കാണിച്ചു തന്നത്. ഇങ്ങനത്തെ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, അതിനൊരു പ്രശ്നവും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഇലയുണ്ട്, ഇലയും കൂടെ നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ കുത്തിയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പോർഷൻസിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറുതായിട്ട് കാണുന്നുണ്ടോ, എന്താ ഈ ഒരു പോർഷൻസിൻ്റെ ഇവിടെ വന്നിട്ട് ലോക്കിങ് ഇടാനാണ്. ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നൂലെടുക്കുക, ഇത് വലിച്ചിങ്ങോട്ട് എടുക്കുക. ക്ലിയർ ഉണ്ടോ എന്നറിയില്ല. ഇത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിക്കാം. ഓക്കെ, ഇത് ടൈറ്റായി. ഇത് നമുക്ക് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇനി ഫൈനലായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കാണാം. റണ്ണിങ് സ്റ്റിച്ച് ഇതാണ്. ഒരു പിക്ചേഴ്സിൽ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു പിക്ചേഴ്സാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ എങ്ങനെയാണ് ഒരു പിക്ചേഴ്സ് ട്രേസ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി അടുത്ത ഒരു ചുരിദാറിൻ്റെ ഇതിലും കൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൽ നല്ലൊരു പിക്ചർ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുന്നത് ബാക്ക് സ്റ്റിച്ച് പഠിക്കാനായിരിക്കും. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിൻ്റെ ബൈ ബൈ.